ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? എന്തുണ്ട് വിശേഷം? ഇന്ന് ഞാൻ വന്നിട്ടുണ്ടല്ലോ ഒരു അടിപൊളി ചിക്കൻ കറീൻ്റെ റെസിപ്പി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കോ, അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് കുക്കറിലേക്ക് ഇതുപോലെ കോക്കനട്ട് ഓയിൽ കേട്ടോ ഒഴിച്ച്. അപ്പോൾ നമ്മളിപ്പോൾ കറി ഉണ്ടാക്കുമ്പോൾ കോക്കനട്ട് ഓയിൽ തന്നെ കേട്ടോ എടുക്കുക. അപ്പോൾ അതുപോലെ കോക്കനട്ട് ഓയിൽ ആവശ്യത്തിന് അയച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു 5-6 തക്കാളിയും അതുപോലെ തന്നെ 2-3 പച്ചമുളകും കരിവേപ്പിലയും പിന്നെ കുറച്ചൊരു 10-15 ചെറിയുള്ളി ഉണ്ടല്ലോ, അതും ഇങ്ങനെ ഇതുപോലെ ഉണ്ട പോലെ ആക്കി വെച്ചിന്. അരിഞ്ഞിട്ടില്ല, ഉണ്ട പോലെ ആക്കിയിട്ടിരിക്കണേ. തക്കാളി ഓവർ കുനുകുന അരിയണ്ട, ഇതുപോലെ അത്യാവശ്യം ചെറിയൊരു വലിയ പീസിലാക്കിയിട്ട് നിന്നോട്ടെ. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ടെടുക്കാൻ പോകണമെന്ന് വെച്ചാൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതുപോലെ തന്നെ അതിലേക്ക് ആ പച്ചമുളക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്താട്ടോ, ഒന്ന് മിക്സിൻ്റെ ജാറിൽ ക്രഷ് ചെയ്തെടുത്തതാണ്. അതിലേക്ക് കരിവേപ്പില ഇട്ട് കൊടുത്തിട്ട് കേട്ടോ. പിന്നെ അതിലേക്ക് മല്ലിയിലും പുതിനയിലും ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് അതും കൂടി കൂട്ടിയിട്ടാണ് ഈ ക്രഷ് ചെയ്തെടുത്തിട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടോ. ഇനി അത് പോരാണ്ട് നമ്മൾ ഇതിലേക്ക് ലേശം എന്താ പറയുക മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് വെച്ചാൽ മുളക് പൊടി, അതുപോലെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, പിന്നെ അതിലേക്ക് ലേശം നമ്മൾ നല്ല ജീരകം ഉണ്ടല്ലോ, നല്ല ജീരകം പൊടിച്ചത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ജീരകമാണ്, അപ്പോൾ നല്ല ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ പറഞ്ഞാൽ ഒരു അളവിനനുസരിച്ച് അതായത് കറിക്ക് നമ്മൾ എടുക്കുന്ന ചിക്കൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചുള്ള മസാല നമുക്കറിയാമല്ലോ, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എടുത്താൽ മതി. ഇവിടെ ഞാൻ ഏകദേശം എന്താ പറയുക 1 കിലോനൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട് ചിക്കന്. ആവശ്യത്തിനുള്ള ചിക്കന് ഒരു കുറച്ച് ചിക്കനേ ഉള്ളൂ, അപ്പോൾ അതിനനുസരിച്ചുള്ള മസാലയാണ് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മസാലൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു 1/2 കിലോനൊക്കെ ഉണ്ടാവും ഏകദേശം. അപ്പോൾ ആ ഒരു പീസിനുള്ള ചിക്കൻസ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കനെ നന്നായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നല്ല രീതിയിലൊന്ന് കുഴച്ച് പുരട്ടി ഇതിലിട്ട് ഉരുട്ടിയെടുക്കണം കേട്ടോ. നന്നായിട്ട് നല്ല രീതിയിൽ മസാലയൊക്കെ പിടിക്കുന്ന രീതിയിൽ തന്നെ ഒന്ന് നല്ലോണം ആവതുള്ള ആൾക്കാർ തന്നെ നല്ലോണം ഇട്ട് കുഴച്ചെടുത്താൽ കേട്ടോ. പിന്നെ ആവേശം മൂത്ത് കൈയിട്ട് കുഴക്കരുത്, കാരണം അടുപ്പിൽ വെന്ത് കിടക്കുന്ന സാധനമാണ്, അതുകൊണ്ട് കൈയിലോണ്ട് തന്നെ കുഴച്ചെടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് വേണ്ടി എന്താ വെച്ചാൽ തേങ്ങാപ്പാൽ കേട്ടോ. ഈ ചിക്കൻ നമ്മൾ വേവിക്കാൻ പോകുന്നത് 1-ാം പാലിലല്ല 2-ാം പാലിലാണ്. അതായത് ഇത് 2-ാം പാൽ കേട്ടോ. ഈ വെള്ളം പോലെ നിൽക്കുന്ന പാലുണ്ടല്ലോ, ഇത് തേങ്ങാപ്പാൽ 2-ാം പാലാണ്. അപ്പോൾ ഈ 2-ാം പാൽ ഈ സ്റ്റേജിൽ നമ്മൾ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് നന്നായിട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ കൈയിലോണ്ട് ഇളക്കി കൊടുക്കട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം. ഇതുപോലെ ആവതില്ലാത്ത ആൾക്കാരന്മാർ ഇളക്കരുത്. നല്ല വൃത്തിക്ക് തന്നെ നല്ല എന്താ പറയുക ഒന്ന് ഉള്ളിലൊക്കെ തട്ടിയിട്ട് കൊണ്ട് ഇളക്കി കൊടുത്താൽ അപ്പോൾ നമ്മൾ അറിയണം, കുക്കറും കയ്യിലും അറിയണം ഈ സാധനം നമ്മൾ ഇളക്കുന്നുണ്ടെന്നല്ലേ. ആ രീതിക്കാണ് ഇളക്കി കൊടുത്തതിന് ശേഷം തിളതള എന്ന് പറഞ്ഞ് തിളക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ഒരു ടാറ്റയും പറഞ്ഞ് മൂടി വെച്ചാള. അങ്ങനെ അവിടെ വിസിലടിച്ചോട്ടെ. ഇപ്പം നമ്മൾ ലേശം അതിൻ്റെ ഇറച്ചി പീസുകൾ മാറ്റിച്ചിരും, അത് നമുക്കൊന്ന് മാരിനേഷൻ ചെയ്തെടുക്കുക. അതിന് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ നല്ല ജീരകം പൊടിച്ചത് വെച്ചതുണ്ട്. പിന്നെ ലേശം വേറൊരു ഇതും കൂടി ഉണ്ട്, അതായത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ജീരകം പൊടിച്ചതും ചിക്കൻ മസാലയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നേരത്തെ തന്നെ ഇതാക്കിച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ്, മല്ലിയില ഇട്ടിട്ടതിൽ അതും കൂടി അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റും കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ലേശം സുർക്കി ഒഴിച്ചെടുക്കുക, ഉപ്പ് ഇടുക. എന്നിട്ട് നന്നായിട്ട് സ്പൂൺ കൊണ്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഉണ്ടല്ലോ കളർ വേണ്ടിയൊരു എങ്ങനെയായാലും മറ്റേ നമ്മളെ കാശ്മീരി മുളക് ഉണ്ടല്ലോ അതിട്ട് കൊടുത്തോട്ടോ, കാശ്മീരി ചില്ലി പൗഡർ, അത് നല്ലതാണ്. ആ കളർ വേണമെന്ന് താല്പര്യമുള്ളവർക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്കും നമ്മൾ ലേശം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഇതിൻ്റെ ടിസ്റ്റ്. അപ്പോൾ ഇത് ഫുള്ള് ടിസ്റ്റാണ് മക്കളെ. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാലും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ എന്താക്കുന്നത്, ഈ ചിക്കനുള്ളത് മസാലയൊക്കെ ഉള്ളതും അങ്ങോട്ട് ഇളക്കിയിരിക്കുന്നത് കേട്ടോ. ഉപ്പൊക്കെ നോക്കി പാകത്തിന് ഇപ്പം തന്നെ ചെക്ക് ചെയ്ത് വെച്ചോ. അതിനുശേഷം ഇതിട്ട് കൊടുത്തിട്ട് നമ്മൾ എന്താക്കുക, ജീരകപ്പൊടി ചേർക്കണം കേട്ടോ. നല്ല ജീരകം നല്ല മസ്റ്റാണ്, കാരണം വെച്ചാൽ അത് ചേർത്താൽ മീനിൻ്റെ മസാലക്കായാലും എന്തിൻ്റെ മസാലക്കായാലും നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അതൊന്നും മറക്കണ്ട, ഒന്ന് ചേർത്ത് വെക്കേണ്ടി. അപ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കുണ്ടാമണികൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് വൃത്തിക്ക് ഇളക്കി കൊടുക്കാൻ കഴിയാത്ത എന്താ വെച്ചാൽ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ പാത്രം ആയതിനെ കൊണ്ടാണ്. അപ്പോൾ നല്ല വൃത്തിക്ക് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളൊന്നും കൂടി ജസ്റ്റ് ഒന്ന് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ഒരു പേരിന് ഒന്നും കൂടി എന്താ പറയുക ഒന്നും കൂടി ഒരു ജ്യൂസി ആവാൻ വേണ്ടിയിട്ടാണ് ഇതാക്കുന്നത്. എന്നിട്ട് ഇത് അവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. ആ ടൈമിൽ നോക്കുമ്പോൾ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കറി ജസ്റ്റ് ഒന്നിങ്ങനെ കയ്യിലോണ്ട് ഇളക്കി നോക്കൂ. ആഹാ, ചിക്കനൊക്കെ വെന്തിട്ടുണ്ടല്ലോ എൻ്റെ മോളെ, ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഈ ചില ആൾക്കാർക്ക് ഉണ്ടല്ലേ മുളകിട്ട് കറി കൂട്ടണം, എന്നാൽ പിന്നെ അത്ര മുളകും പാടില്ല എരിവും പാടില്ല, അങ്ങനത്തെ ഒക്കെ ചില എന്താ പറയുക രീതിയിലുള്ള ആൾക്കാരുണ്ടല്ലോ. ഓവർ കറിയിൽ ഇങ്ങനെ തേങ്ങ ഇങ്ങനെ അരപ്പ് പോലെ നിൽക്കാൻ പാടില്ല എന്നൊക്കെ ഉള്ള ആൾക്കാർക്ക് ഈ കറി മസ്റ്റാണ്. ചില ആൾക്കാർക്ക് ഉണ്ടാവും വെള്ളം പോലെ കറി വേണം, പക്ഷെ നല്ലൊരു കുറുങ്ങനെ വേണം, തേങ്ങേൻ്റെ ടേസ്റ്റ് വേണം, അങ്ങനെയൊക്കെ ചില കോൺസെപ്റ്റുള്ള ആൾക്കാരുണ്ടല്ലോ. അവർക്കൊക്കെ പറ്റിയൊരു കറിയാണിത്. കാരണം വെച്ചാൽ തേങ്ങാപ്പാൽ കൊണ്ടായതുകൊണ്ട് ഈ
എന്താ പറയുക കറീൻ്റെ തേങ്ങേൻ്റെ അരപ്പൊന്നും ഉണ്ടല്ലോ മല്ലിയിലയും തൂകി ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന വീഡിയോ ഇഷ്ടം ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.